സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യാത്രയയപ്പ് നൽകേണ്ട എന്ന് സർക്കാർ തീരുമാനം. സർക്കാരുമായുള്ള ഭിന്നത കണക്കിലെടുത്താണ് യാത്രയയപ്പ് വേണ്ട എന്ന് വെച്ചത്. മുൻ ഗവർണർ പി സദാശിവത്തിന് സർക്കാർ ഊഷ്മളമായ യാത്രയയപ്പായിരുന്നു നൽകിയിരുന്നത്. 24 എക്സ്ക്ലൂസീവ് ആർ ശ്രീത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീത്ത്, ഈ സ്ഥാനമൊഴിഞ്ഞു പോകുമ്പോഴും ഗവർണറോടൊരു സൗഹൃദ നിലപാട് വേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുകയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കവും അതിൻ്റെ സംഭവവികാസങ്ങളും ഒക്കെ നമുക്കറിയാം. സർക്കാർ ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തുന്ന സാഹചര്യം എന്താണ് വിശദാംശങ്ങൾ ശ്രീത്ത്? രജിത്ത്, സ്ഥാനമൊഴിയുമ്പോഴും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള ഭിന്നത തീരുന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകേണ്ട എന്നുള്ള തീരുമാനം. യാത്രയയപ്പ് നൽകാതിരിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം സർക്കാരിനെ അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭരണത്തലവനായ ഗവർണറിൽ നിന്നുണ്ടായി എന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും സംശയത്തിൽ നിർത്തുന്ന പലതരത്തിലുള്ള ആരോപണങ്ങളും രാഷ്ട്രീയമായി തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചു. എതിരാളികൾ കോൺഗ്രസും അല്ലെങ്കിൽ BJPയും പോലും ഉന്നയിക്കാത്ത ആക്ഷേപങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റെടുത്തു. ഒപ്പം തന്നെ ധനവകുപ്പിനെതിരെയും ഒപ്പം തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും ഒക്കെ തന്നെ വലിയ ആരോപണങ്ങൾ ഉയർത്തി. ഇങ്ങനെ ഒരു ഗവർണറുമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യാത്രയയപ്പ് വേണ്ടെന്ന് വെച്ചത്. ഇന്ന് ഈ സാധാരണ നിലയ്ക്ക് നാളെ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുന്നുണ്ട്. ഇന്ന് യാത്രയയപ്പ് നൽകേണ്ടതായിരുന്നു. ആ തീരുമാനം സർക്കാർ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മടങ്ങുന്നത്. അദ്ദേഹം ജനുവരി 2-ന് ബീഹാർ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും.